വയനാട് പുൽപ്പള്ളിയിൽ ആരംഭിക്കുന്ന എംസ് ബാൻഡ് റഡാർ സംവിധാനം സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ രംഗത്ത് മുതൽക്കൂട്ടാകുമെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ. വടക്കൻ കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ കൃത്യതയാകാൻ ഇതിലൂടെ സാധിക്കുമെന്നും നിത കെ ഗോപാൽ പറഞ്ഞു. തിരുവനന്തപുരത്തിനും കൊച്ചിക്കും പുറമെയാണ് വയനാട്ടിൽ പുതിയ റഡാർ സംവിധാനം വരുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് വീണ്ടും ചേരുന്നു. പ്രശാന്ത്, എന്താണ് ഈ സംവിധാനം? കൃഷ്ണാജി എക്സ് ബാൻഡ് റഡാർ എന്നതാണ് പുതിയ സംവിധാനം വരുന്നത്. അത് വയനാട് പുൽപ്പള്ളിയിലാണ് ഈ പുതിയ സംവിധാനം എത്തുന്നത്. നിലവിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ്, എറണാകുളത്തുമാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റഡാർ സംവിധാനങ്ങളുള്ളത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മഴ മുന്നറിയിപ്പ് നിർദ്ദേശമെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ ഈ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് വടക്കൻ കേരളത്തിലെ, അതായത് കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് മേഖലകളിലെല്ലാം അവിടെയുള്ള മഴ മുന്നറിയിപ്പും അതോടൊപ്പം തന്നെ അന്തരീക്ഷ നിലയും അന്തരീക്ഷത്തിലെ ജല ബാഷ്പീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരം വിഷയങ്ങൾ പഠിക്കുന്നതും അതോടൊപ്പം തന്നെ അതിൽ പഠിച്ചുകൊണ്ട് തന്നെ അതിൽ തുടർന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം തരുന്നത് ഈ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്യുറസിയിൽ എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പുതിയൊരു സംവിധാനം കൂടി വടക്കൻ കേരളത്തിൽ മലബാർ മേഖലകളിൽ എത്തുന്നത്. ആ മലബാർ മേഖലയിൽ വയനാടാണ്. നമുക്കറിയാം, വയനാട് ഏറ്റവും പാരിസ്ഥിതിക ലോല പ്രദേശം കൂടിയാണ്, അതീവ സങ്കീർണമായൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളിയിലാണ് പുതിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരുന്നത്. അവിടെ റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത്. അതോടുകൂടി ഈ മലബാർ മേഖലകളും, അതായത് വടക്കൻ കേരളത്തിൻ്റെ മേഖലകളെല്ലാം ഈ റഡാർ സംവിധാനത്തിന് കീഴിലേക്ക് പൂർണ്ണമായും വരും. നിലവിൽ ഈ തിരുവനന്തപുരവും കൊച്ചിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മംഗലാപുരത്തെ കൂടി ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ വടക്കൻ കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പൊതുവെ തയ്യാറാക്കുന്നത്. അതിനെ തള്ളിക്കൊണ്ട് ഈ വയനാടിലേക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതിൻ്റെ റഡാർ സംവിധാനങ്ങളും വരുമ്പോൾ പൂർണ്ണമായും നമുക്ക് കേരളം മുഴുവനായും ഇത് ഈ റഡാർ സംവിധാനങ്ങളുടെ പരിധിയിൽ വരികയും കൂടുതൽ ശക്തമായും കൂടുതൽ ആക്യുറസിയോടുകൂടി തന്നെ ഈ കാലാവസ്ഥ നിരീക്ഷണം നടത്തുവാൻ സാധിക്കും. അതിൻ്റെ അധികൃതർക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം കൂടുതൽ വ്യക്തത വരുത്തുവാനും സാധിക്കും. അപ്പോൾ മഴ മുന്നറിയിപ്പിലായാലും ശരി, ദുരന്ത നിവാരണത്തിലായാലും ശരി, കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വയനാട് മേഖല തന്നെ ഈ പുതിയ റഡാർ സംവിധാനം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ കേരളത്തിനോടൊപ്പം തന്നെ തമിഴ്നാടിനും കർണാടകത്തിനും ഈ നമ്മുടെ പുതിയ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഫലം ലഭിക്കുകയും ചെയ്യും. അവർക്കും ഈ മഴയടക്കമുള്ള മുന്നറിയിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാൻ അവർക്കും സഹായകമാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവനന്തപുരത്തിനും കൊച്ചിക്കും അപ്പുറത്തേക്ക് മലബാർ മേഖലകളിലേക്കും പുതിയൊരു റഡാർ സംവിധാനം വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്നത് തലസ്ഥാനം തന്നെയായിരിക്കും, തിരുവനന്തപുരം തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ രീതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതീക്ഷകളാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പങ്കുവയ്ക്കുന്നത്. ഏതായാലും പുതിയ റഡാർ സംവിധാനമാണ് തലസ്ഥാനത്ത്, അതായത് പുതിയ റഡാർ സംവിധാനം സംസ്ഥാനത്തെത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വയനാട് പുൽപ്പള്ളിയിൽ ആരംഭിക്കുന്ന എംസ് ബാൻഡ് റഡാർ സംവിധാനം സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ രംഗത്ത് മുതൽക്കൂട്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ പറയുന്നത്. അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം.